ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് വിധി. ചെന്നൈയിൽ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയിൽ മെഡിക്കൽ റിപ്പോർട്ടും സമർപ്പിക്കും. അതേസമയം സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ 17-ന് വിജിലൻസ് കോടതി വിധി പറയും. 2025 ഡിസംബർ 19-നാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം ചെന്നൈയിലെ കമ്പനിയിലെത്തിച്ച് വേർതിരിച്ചതായാണ് SITയുടെ കണ്ടെത്തൽ. അന്വേഷണ സംബന്ധമായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. ഈ ബാങ്ക് അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ ഈ അക്കൗണ്ട് വഴി പണമിടപാട് നടന്നിട്ടുള്ളതിനാൽ ഡീഫ്രീസ് ചെയ്യേണ്ടതില്ല എന്നതാണ് പ്രോസിക്യൂഷൻ വാദം. ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം ചെന്നൈയിൽ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച അപേക്ഷയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളും കോടതിയിൽ ഹാജരാക്കും. റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടു. ഇരു കേസുകളിലും പ്രതിയായ ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ 17-ാം തീയതിയാണ് വിജിലൻസ് കോടതി വിധി പറയുക. കേസിൽ ഇതുവരെ 8 പ്രതികൾ ജയിൽ മോചിതരായി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 6 പേർക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ്. SITക്കെതിരെയും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. ജനം, കൊല്ലം.